കൈനിറയെ പൊന്നും പണവും കൊടുത്തുവിട്ടാൽ പെൺമക്കളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കളും. എന്നാൽ അവർക്കു നൽകേണ്ടത് മികച്ച വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഉറപ്പുമാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നവരാണ് ഭൂരിഭാഗവും. അങ്ങനെ മനസ്സിലാക്കാതെ പോയ ഒരു കോടീശ്വരനായ വസ്ത്രവ്യാപാരിയുടെ മകൾക്ക് ഇപ്പോൾ മരണത്തിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ്. 2.5 കോടിയോളം രൂപയുടെ പൊന്നും പണവുമായി ഭർതൃവീട്ടിലെത്തിയ 27-കാരി ഋതന്യ ഭർത്താവിന്റെ ക്രൂരതകൾ സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്തെന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത്. തമിഴ്നാട് തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരി അണ്ണാദുരൈയുടെ മകളായിരുന്നു ഋതന്യ. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീട്ടിലെത്തിയ ഋതന്യയുമായി ഭർത്താവ് കെവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ തർക്കങ്ങൾ തുടങ്ങിയിരുന്നു. പോരാത്തതിന് കെവിന്റെ ലൈംഗിക പീഡനവും ഭർതൃവീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാൻ കഴിയാതെ വന്നു അവൾക്ക്. പിന്നാലെയാണ് സ്വന്തം വീട്ടിലേക്ക് ഋതന്യ മടങ്ങിയെത്തിയത്. 500 പവൻ നൽകിയില്ലെന്നായിരുന്നു ഭർതൃവീട്ടുകാരുടെ ആദ്യ പരാതി. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുത്ത അത്യാഡംബര വിവാഹമായിരുന്നു ഋതന്യയുടെയും കെവിന്റെയും. 2.5 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ വിളക്ക് തെളിയിക്കാൻ പോലും ഋതന്യയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വിളക്കിൽ തൊട്ടാൽ ശിക്ഷയായി 1 മണിക്കൂറോളം നിൽക്കേണ്ടതായി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭർതൃവീട്ടുകാർ പതിവായി ശാപവാക്കുകൾ ചൊരിയുകയും ഇത് ഋതന്യയെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. ഭർത്താവിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ഋതന്യയുടെ പേര് വിശദമാക്കി ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു കെവിന്റെ ഭീഷണിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് തെങ്ങിന് ഉപയോഗിക്കുന്ന കീടനാശിനി കുടിച്ച് യുവതി കാറിൽ ജീവനൊടുക്കിയത്. അതിന് തൊട്ടു മുൻപ് 7 വോയിസ് മെസ്സേജുകളാണ് യുവതി തന്റെ അച്ഛന് അയച്ചു നൽകിയത്. ഋതന്യയുടെ മൃതദേഹം ഉണ്ടായിരുന്ന അവനാശി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലെത്തിയ കെവിനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഋതന്യയുടെ സഹോദരൻ മിഥുൻ കെവിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതോടെ ഭർതൃവീട്ടുകാർ കാറിൽ മോർച്ചറി പരിസരത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ നടന്ന അന്വേഷണത്തിന് ശേഷമാണ് കെവിൻ കുമാറിനെയും പിതാവ് ഈശ്വരമൂർത്തിയെയും അമ്മ ചിത്രാദേവിയെയും പോലീസ് പിടികൂടുകയും ചെയ്തത്. അതേസമയം ഈ വർഷം ഏപ്രിലായിരുന്നു കെവിൻ കുമാറുമായി ഋതന്യയുടെ വിവാഹം കഴിഞ്ഞത്. കല്യാണവുമായി ബന്ധപ്പെട്ട് കെവിന്റെ കുടുംബത്തിന് 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 70 ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ കാറുമാണ് സ്ത്രീധനമായി നൽകിയത്. ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഋതന്യ അച്ഛൻ അണ്ണാദുരൈക്ക് വാട്സാപ്പിൽ 7 ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു. താനെടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഭർതൃവീട്ടിലെ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ലെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. ആരോടാണ് പറയേണ്ടത് എന്നറിയില്ല. കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എന്നെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതന്യ ആ ശബ്ദ സന്ദേശങ്ങളിൽ പറയുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും